മറ്റാരുണ്ട് LDF അല്ലാതെ? ചേച്ചിയുടെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കാണുന്നത്, ഞാൻ ആ ഒരു റീൽ എടുത്തു വെച്ച് ഇങ്ങനെ കുറേ നാൾ കണ്ടോണ്ടിരുന്നു. അപ്പൊ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും അത് കാണാറുണ്ടെന്ന്. ചേച്ചി എങ്ങനെയാണ് ഈ കുട്ടികളുടെ വോയിസിലേക്ക് എത്തിയത്? എങ്ങനെയാണ്? അതായത് ഞാൻ 10 വയസ്സുള്ളപ്പോ ഡബ് ചെയ്ത് തുടങ്ങിയതാ. അപ്പോ ആ സമയത്ത് അമ്പിളി, ഞങ്ങൾ രണ്ടുപേരുമാണ് കൂടുതൽ പിന്നെ കിഡ്സിനൊക്കെ ഡബ് ചെയ്യുന്നത്. അങ്ങനെ ബേബി ശാലിനി, മാസ്റ്റർ പ്രശോഭ്, മാസ്റ്റർ വിമൽ, അങ്ങനെ കുറേ മക്കൾക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു 10 ഡബിങ് ആർട്ടിസ്റ്റ് ഉണ്ടാവും എന്ന് വെച്ചോളൂ. ഒരു പടത്തിൽ ഒരു 20 ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ഹീറോയിനാ ഡബ് ചെയ്യുന്നെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ആൾക്കാർ ഡബ് ചെയ്യുന്നെങ്കിലും, നമ്മുടെ ഏജ് ഗ്രൂപ്പിലാണ് ഡബ് ചെയ്യുന്നെങ്കിലും ഇത് പറയാൻ ആൾക്കാരുണ്ടാവില്ല. സോ ഞങ്ങൾ തന്നെ വോയിസ് മാറ്റി അടുത്ത വീട്ടിലെ പെണ്ണിനും പറയും, സിസ്റ്റർ ക്യാരക്ടറും പറയും, കുട്ടിക്കും പറയും, അമ്മയ്ക്കും പറയും. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു അന്ന് മദ്രാസിൽ താമസിക്കുമ്പോൾ. പിന്നെ എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളുടെ പിന്നെ അവരുടെ ഇന്നസെന്റ് ആയിട്ടുള്ള പെരുമാറ്റവും വർത്താനവും ഒക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു കുഞ്ഞുണ്ടെന്നാണ്, ഒരു കുട്ടിയുണ്ട്, അത് നശിച്ചിട്ടില്ല. അത് ഇപ്പൊ നമുക്ക് കേൾക്കണമെന്ന് ഭയങ്കര കൊതിയായിട്ടിരിക്കുകയാണ്. ആണല്ലേ? മറ്റു ഡയലോഗ് എന്ന് പറയാ, ആ ഗേറ്റ് ഒന്ന് തുറക്കോ അതേക്കില്ലേ? പോലീസേ, ആ ഗേറ്റ് ഒന്ന് തുറന്നേരോ? തുറക്കാൻ പറഞ്ഞു ഗീതു. ഒന്ന് തുറന്നേരോ പ്ലീസ്? ഞാൻ തന്നെയാ ഗീതു. മൈ ഗോഡ്. അയ്യോ, ഞാൻ ഒന്നുകൂടെ കെട്ടിപ്പിടിച്ചോട്ടെ. ഒന്നുകൂടെ കേൾക്കാൻ കൂടിയുണ്ട്. കുട്ടിയുടെ വോയിസിൽ ഒരു കുഞ്ഞു പാട്ട് പാടട്ടെ. അതായത് പണ്ട് ഞാൻ 1987 UAE ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. അന്നാണ് ആദ്യമായിട്ട് ഞാൻ KN എന്ന് പറഞ്ഞിട്ടൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു അന്ന്. അദ്ദേഹം, പുള്ളി ഇപ്പോഴും ഉണ്ട്, അദ്ദേഹം ഞാനും കൂടെ ഒരു ചെറിയ ഇന്ററാക്ഷൻ ആയിട്ട് ഈ കുട്ടിയുടെ വോയിസ് ഇങ്ങനെ എടുത്തിരുന്നു. അപ്പം അതിലൊരു ചെറിയ പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു 4 വരിയേ. മഞ്ഞണി കൊമ്പിൽ ഒരു കിങ്ങിണി തുമ്പിൽ ആരിരുന്നൊരു കാത്തിരുന്നൊരു മംഗലി കുരുവി, നീയെവിടെ തുണിയെവിടെ, ഇനിയെവിടെ തുണിയെവിടെ ദൂരക്കുരുവി. അടിപൊളി. താങ്ക് യു സോ മച്ച്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ടാണ് കാണുന്നത് ചേച്ചി, ഇങ്ങനെ പറ്റുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ജാനകിയമ്മേനെയും ഓർമ്മ വരുന്നു ഈ സമയത്ത്. ഇങ്ങനെ ഇതുപോലെ കുട്ടികളുടെ ശബ്ദത്തിൽ. അതെ അതെ അതെ, കറക്റ്റ് ജാനകിയമ്മയുടെ പോലെ ഉണ്ട് അത്. അയ്യോ, താങ്ക് യു ഒന്നും പറഞ്ഞാൽ തീരൂല, കൊതിയാവോ ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ ആന്റി.